ഫ്രണ്ട്സ് വെൽക്കം ടു വൃന്ദാവൻ പി എസ് സി വേർഡ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് SCERT പാഠഭാഗങ്ങൾ പഠിക്കുന്നതോടൊപ്പം NCERT പാഠഭാഗങ്ങളും എങ്ങനെ കവർ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ചാപ്റ്ററിലൂടെയാണ് ഞാൻ പറയുന്നത് കേട്ടോ, എങ്ങനെയാണ് NCERT പാഠഭാഗം പഠിക്കേണ്ടത് എന്നുള്ളത്. അപ്പോൾ നമുക്കറിയാം, ഇപ്പോഴത്തെ ഒരു എക്സാം പാറ്റേണിൽ 10th ലെവലിന് നമ്മൾ SCERT പാഠഭാഗങ്ങളാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതെങ്കിലും NCERT നോക്കേണ്ടതുണ്ട്. 10th ലെവലിൽ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് മാത്രമല്ല, ഡിഗ്രി ലെവൽ, അതായത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് KS പോലെയുള്ള എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഞാൻ എൻ്റെതായ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നിട്ടുള്ള കാര്യമാണ് പറയേണ്ടത്, എങ്ങനെയാണ് നോക്കേണ്ടത് എന്നുള്ളത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അങ്ങനെ ഒരു കമന്റ് കണ്ടിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. നമ്മൾ ഓൾറെഡി ഒരു SCERT പാഠഭാഗം കണ്ടിട്ടുണ്ട്. 10th ക്ലാസ്സിലെ 2ാമത്തെ ചാപ്റ്ററിൽ അറ്റ്മോസ്ഫറിക് പ്രഷറും കാറ്റും ഒക്കെ റിലേറ്റ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തു. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് SCERT ഒരു പ്ലേലിസ്റ്റ് ഇട്ടിട്ടുണ്ട്, അതിലൊന്ന് നോക്കാം. ആ ഒരു ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് NCERT ഇപ്പോൾ +1 +2 ആണല്ലോ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്, അതിൽ എന്താ ടോപ്പിക് റിലേറ്റഡ് ആയിട്ട് എന്തൊക്കെ അഡീഷണൽ ഫാക്ട്സ് ആണ് ഉള്ളത് എന്നുള്ളത് നമ്മൾ നോക്കാം. ഓക്കെ, അതാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഒരു SCERT ചാപ്റ്റർ സിലബസിൽ പറഞ്ഞിട്ടുള്ള ഒരു പോർഷൻ നമ്മൾ നോക്കുമ്പോൾ ആദ്യം SCERT ചാപ്റ്റർ നോക്കാം. അത് കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഇതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇതേ ടോപ്പിക്ക് വരുന്ന +1 +2 ചാപ്റ്റേഴ്സ് ഏതാണെന്ന് മനസ്സിലാക്കി വായിക്കാൻ. ഓക്കെ, എന്നാലേ നമുക്ക് ആ ഒരു ടോപ്പിക്കുമായിട്ട് എന്തൊക്കെ അഡീഷണൽ ഫാക്ട്സ് ആണ് ആ ഒരു പാഠഭാഗത്ത് NCERT പറഞ്ഞു പോയിട്ടുള്ളത്, അല്ലെങ്കിൽ NCERT ആ ഒരു ഏരിയയിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞു പോയിട്ടുള്ളതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ഇന്ന് നമ്മൾ ഈ ഒരു പാഠഭാഗം നോക്കുന്നതോടുകൂടി നമുക്ക് മനസ്സിലാകും എന്തോരം ചോദ്യങ്ങളാണ് ഈ പറയുന്ന NCERT നിന്ന് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിന്റെ ഈ ഒരു ഏരിയ വരുന്ന ചാപ്റ്റർ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ +1 10th ചാപ്റ്റർ ആണ്. നമ്മൾ ഇന്ന് ഈ പാഠം നോക്കി കാണുന്നതിലൂടെ ഈ ഒരു ചാപ്റ്ററിൽ ചോദിച്ചിട്ടുള്ള എക്സസൈസ് ക്വസ്റ്റ്യൻസ്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും നമ്മൾ ആൻസർ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണേ. അപ്പോൾ ആദ്യമേ പറയട്ടെ, നമ്മൾ ആ ഒരു SCERT പറഞ്ഞു പോയ പോയിന്റ്സ് ഓൾറെഡി ഇതിലും പറഞ്ഞു പോകുന്നുണ്ട്, അവരുടേതായ രീതിയിൽ NCERT പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ വീണ്ടും മെൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. നമുക്ക് എന്തൊക്കെ എക്സ് ഫാക്ടറുകൾ ഉണ്ട് എന്നുള്ളത് മാത്രം നോക്കിയാൽ മതി. അപ്പോൾ ഇവിടെ ആദ്യം കൃത്യമായിട്ട് അന്തരീക്ഷമർദ്ദത്തെക്കുറിച്ച് കുറച്ചും കൂടി ആബ്രേറ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, അതൊന്ന് നമുക്ക് നോക്കാം. ഉയരങ്ങളിലേക്ക് പോകുന്തോറും വായുവിന്റെ അളവ് കുറഞ്ഞു വരികയും പ്രാണവായു ലഭിക്കാത്ത അവസ്ഥയും ഉണ്ടാകുന്നു. എല്ലാ പദാർത്ഥങ്ങൾക്കും ഭാരമുള്ളതുപോലെ വായുവിനും എന്തുണ്ട്? ഭാരമുണ്ട്. ഭൗമോപരിതലം മുതൽ അന്തരീക്ഷത്തിന്റെ മുകൾ പരപ്പ് വരെ ഒരു നിശ്ചിത സ്ഥലത്ത് ഉൾക്കൊണ്ടിരിക്കുന്ന വായുവിന്റെ ഭാരമാണ് അന്തരീക്ഷമർദ്ദം. നമുക്കറിയാം, അറ്റ്മോസ്ഫറിക് പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വായു എക്സേർട്ട് ചെയ്യുന്ന വെയിറ്റ് ആണ് അല്ലെ. അപ്പോൾ എർത്തിന്റെ സർഫസ് തൊട്ട് അങ്ങ് അന്തരീക്ഷത്തിന്റെ മുകൾ പരപ്പ് വരെ ഒരു നിശ്ചിത സ്ഥലത്ത് ഉൾക്കൊണ്ടിരിക്കുന്ന ആ ഒരു പ്രത്യേക ഏരിയയിൽ ഉൾക്കൊണ്ടിരിക്കുന്ന വായുവിന്റെ ഭാരം ആണ് അന്തരീക്ഷമർദ്ദം. അത് രേഖപ്പെടുത്തുന്ന ഏകകം മില്ലിബാർ ആണ്. അങ്ങനെയാണെങ്കിൽ സമുദ്രനിരപ്പിലെ ശരാശരി അന്തരീക്ഷമർദ്ദം 1013.2 മില്ലിബാർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഭൂഗുരുത്വം കാരണം ഭൗമോപരിതലത്തിനോടടുത്ത് വായുവിന്റെ സാന്ദ്രത കൂടുതലായതിനാൽ ഉയർന്ന മർദ്ദം അനുഭവപ്പെടുന്നു. അപ്പോൾ കാരണം എന്ന് വെച്ചാൽ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഏറ്റവും നന്നായിട്ട് എഫക്ട് ചെയ്യുന്നത് എർത്തിന്റെ സർഫസിനോട് ചേർന്നിരിക്കുമ്പോഴല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ ഒരു പ്രഷറും കൂടുന്നത്, അറ്റ്മോസ്ഫിയർ പ്രഷറും കൂടുന്നത് അടുത്താണ്, ഏറ്റവും അടുത്താണ്. അല്ലാതെ അതുകൊണ്ടാണ് ഉയരം കൂടുന്തോറും കുറയുന്നത്. പിന്നെ രസബാരോമീറ്റർ, അനിറോയിഡ് ബാരോമീറ്റർ ഒക്കെയാണ് അന്തരീക്ഷമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്നത് എന്നുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ നോട്ട് ചെയ്യേണ്ടത് വെർട്ടിക്കൽ വേരിയേഷൻ ഓഫ് പ്രഷർ അഥവാ മർദ്ദത്തിന്റെ ലംബതല വ്യതിയാനം. ഞാൻ പറഞ്ഞു പ്രഷർ വ്യത്യാസം, നമുക്കിപ്പോൾ വിൻഡ് എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് പറയുമ്പോൾ നമ്മൾ പറയുന്നുണ്ടല്ലോ ഹൊറിസോണ്ടൽ മൂവ്മെന്റ് ഓഫ് എയർ ആണ് വിൻഡ് എന്നുള്ളത്. അതുപോലെ തന്നെ വെർട്ടിക്കൽ മൂവ്മെന്റും ഇല്ലേ എന്നുള്ളൊരു ചിന്ത നമുക്ക് വരാലോ. അപ്പോൾ അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ വെർട്ടിക്കലി എങ്ങനെയാണ് പ്രഷറിന്റെ വേരിയേഷൻ എന്ന് ജസ്റ്റ് ഇവിടെ പറയുന്നുണ്ട്. ഇതിലെല്ലാം നമ്മൾ നോക്കേണ്ടത് നമുക്ക് പഠിക്കേണ്ട ആ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പ്രധാനപ്പെട്ടത് മാത്രം നോക്കിയാൽ മതി. അന്തരീക്ഷത്തിന്റെ താഴ്ന്ന തലങ്ങളിൽ ഉയരം കൂടുന്നതിനനുസരിച്ച് മർദ്ദം അതിവേഗം കുറയുന്നു. അതെങ്ങനെയാണ് കുറയുന്നത്? ഏകദേശം 10 മീറ്റർ ഉയരത്തിന് 1 മില്ലിബാർ എന്ന തോതിലാണ് മർദ്ദം കുറയുന്നത്. 10 മീറ്ററിന് 1 മില്ലിബാർ. ഓക്കെ, ചിലപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് കണക്ക് ചോദിക്കാം, ചിലപ്പോൾ ഉറപ്പില്ല. മർദ്ദത്തിലുണ്ടാകുന്ന ഈ വ്യതിയാനം എല്ലായ്പ്പോഴും ഇതേ തോതിലായിരിക്കണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, അന്തരീക്ഷത്തിന്റെ ഉയരത്തിനനുസരിച്ച് ശരാശരി ഊഷ്മാവ്, അതായത് ടെമ്പറേച്ചറിലും മർദ്ദത്തിലും വ്യതിയാനം സൂചിപ്പിക്കുന്ന ഒരു പട്ടികയാണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ അതിവിടെ പോയിന്റ് ഇട്ടപ്പോൾ വ്യത്യാസം വന്നിട്ട് 1013.2 മില്ലിബാർ ആണ്. പിന്നെ 1 കിലോമീറ്ററിന് എങ്ങനെയാണ് വേരിയേഷൻ? ലംബ തലത്തിലുള്ള മർദ്ദച്ചെരിവും അനുമലം, അതായത് നമ്മൾ പ്രഷർ ഗ്രേഡിയന്റ് എന്ന് പറഞ്ഞൊരു സംഭവം SCERT പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി അത് ഞാൻ വീണ്ടും ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നില്ല. പ്രഷർ ഗ്രേഡിയന്റ് എന്താണെന്ന് എല്ലാവർക്കും അറിയാമായിരിക്കും. ഈ പ്രഷർ ഗ്രേഡിയന്റിന്റെ ഫോഴ്സ്, ഓക്കെ, ആ ഒരു ഫോഴ്സ് ലംബതലത്തിൽ വെർട്ടിക്കലി തിരശ്ചീന തലത്തിലുള്ള മർദ്ദച്ചെരിവുമാനത്തേക്കാൾ കൂടുതലാണ്. ആ ഒരു ഫാക്ടർ ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് ടൈപ്പിൽ ചിലപ്പോൾ നമ്മളോട് ചോദിക്കും. പ്രഷർ ഗ്രേഡിയന്റ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ട്. അതായത് ഓരോ മേഖലകളിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന പ്രഷർ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ പറയുന്ന ഐസോബാസ് വരയ്ക്കുമല്ലോ. അപ്പോൾ അതിൽ അടുത്തടുത്തുള്ള പ്രദേശങ്ങളിൽ മർദ്ദച്ചെരിവ്, അതായത് മർദ്ദ വ്യത്യാസം ഭയങ്കരമായിട്ടുണ്ടെങ്കിൽ മർദ്ദച്ചെരിവ് കൂടുതലായിരിക്കും. ഇപ്പോൾ അടുത്തടുത്താണ് ഈ പറയുന്ന രേഖകൾ ഉള്ളത് എങ്കിൽ മർദ്ദച്ചെരിവ് അവിടെ വ്യത്യാസം നോക്കി. ഇപ്പോൾ ഈ ഒരു ഏരിയയിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന പ്രഷർ സപ്പോസ് എത്രയെങ്കിലും ഒരു ഇതാന്ന് വയ്ക്കാം, ഇവിടെ ഒരു എമൗണ്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് അടുത്തടുത്താണെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? അവിടെ മർദ്ദ വ്യത്യാസം ഭയങ്കരമായിട്ടുണ്ടെന്നല്ലേ അർത്ഥം. അതേസമയം നമ്മൾ അകലെയാണ് ഇത് വരയ്ക്കുന്നതെങ്കിൽ ഈ ഒരു ഏരിയ കഴിഞ്ഞാൽ പിന്നെ ഇവിടെയാണ് വ്യത്യാസം വരുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ മർദ്ദച്ചെരിവ് നോക്കിയേ, ആ ഒരു പ്രഷർ ഗ്രേഡിയന്റ് എന്ന് പറയുന്നത് കുറവാണ്. അതുകൊണ്ട് തന്നെ എന്താണ്,
മർദ്ദവ്യത്യാസവും കുറവാണ്. അപ്പോൾ അങ്ങനെ ഒരു കോൺസെപ്റ്റ് ആണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും മനസ്സിലാക്കുക, ലംബതലത്തിൽ അതായത് വെർട്ടിക്കലി നമ്മൾ നോക്കുകയാണെങ്കിൽ അത് പ്രഷർ ഗ്രേഡിയന്റിന്റെ ഫോഴ്സ് എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ഉള്ളതിനേക്കാളും കൂടുതലാണ് എന്നുള്ളൊരു പോയിന്റ് ഇവിടെ നോക്കി വയ്ക്കുക. ഓക്കെ, അതുപോലെ വിപരീതവും ഏകദേശവും തുല്യവുമായ ഭൂഗുരുത്വ ബലം ഇതിനെ സന്തുലനപ്പെടുത്തുന്നു. അപ്പൊ ഈ ഒരു ഫാക്ടർ നമ്മൾ പറഞ്ഞു. നമുക്കറിയാം വെർട്ടിക്കലിയും വേരിയേഷൻ ഉണ്ട് പ്രഷറിൽ. നമ്മൾ ഹൊറിസോണ്ടലി പറയുന്ന പോലെ തന്നെ വെർട്ടിക്കലിയും പ്രഷർ വേരിയേഷൻ ഉണ്ട്. ഈ പറയുന്നതിനെ ബാലൻസ് ചെയ്യുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. ഓപ്പോസിറ്റ് ആയിട്ട് വലിക്കുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. അതുകൊണ്ടാണ് നമുക്ക് എന്താണ് ആ ഒരു വെർട്ടിക്കലി ഉള്ള ആ ഒരു എയറിന്റെ മൂവ്മെന്റ് നമുക്ക് ഫീൽ ചെയ്യാത്തതിന്റെ കാരണം. അത് തന്നെയാണ് നമുക്ക് വെർട്ടിക്കലി വിൻഡ് എക്സ്പീരിയൻസ് ചെയ്യാത്തതിന്റെയും കാരണം സെയിം തന്നെയാണ്. ഇനി ഹൊറിസോണ്ടൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രഷർ എന്ന് പറഞ്ഞിട്ട് ഇവർ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ നമ്മൾ ഈ അണ്ടർലൈൻ ചെയ്ത് പറയുന്ന പോയിന്റ്സ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഒരു NCERT ചാപ്റ്റർ വായിക്കുമ്പോൾ അതിന്റെ മെയിൻ പോയിന്റ്സ് ഒന്ന് ഹൈലൈറ്റ് ചെയ്തോ അല്ലെങ്കിൽ അണ്ടർലൈൻ ചെയ്തോ വെക്കാം. പരീക്ഷയാകുമ്പോൾ നമുക്ക് റിവിഷൻ ചെയ്യുമ്പോൾ ആ പോയിന്റ്സ് മാത്രം നോക്കിപ്പോയാൽ മതി. കാരണം ഇതേ സ്റ്റേറ്റ്മെന്റ് ഇതേ കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് എക്സാമിൽ ക്വസ്റ്റ്യൻസ് ആയിട്ട് വരിക. ഓക്കെ, അതുകൊണ്ടാണ് ഞാനിത് ഇങ്ങനെ വെച്ചിട്ട് പറയാമെന്ന് വിചാരിച്ചത്. നമുക്കറിയാവുന്ന മെയിൻ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ പറയുന്നത്. അതായത് CRT എന്തൊക്കെ പറഞ്ഞു അതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ നമുക്ക് വേണ്ടത് മാത്രം മതി. നമ്മൾ ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്, ഹൈ പ്രഷർ ബെൽറ്റ് ഇതൊക്കെ അവിടെ കണ്ടു. അപ്പോൾ ഇനി അത് കാണേണ്ട ആവശ്യമില്ല. CRT നമ്മൾ പറഞ്ഞു പോയ പോയിന്റ്സ് ഒക്കെ തന്നെ ഇവിടെയും പറയുന്നുണ്ട്. എന്തൊക്കെയാണ് വിൻഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതൊക്കെ നമ്മൾ അവിടെ കണ്ടതാണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ ഞാൻ പറഞ്ഞല്ലോ അതായത് എന്തൊക്കെയാണ് എക്സ്ട്രാ ഫാക്ട്സ് ഇതിൽ പറഞ്ഞു പോകുന്നത് അത് മാത്രം ശ്രദ്ധിക്കുക. ആ സ്റ്റേറ്റ്മെന്റുകളും ശ്രദ്ധിക്കാം. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് പറഞ്ഞിട്ടുണ്ട്. സൂര്യന്റെ ആപേക്ഷിക സ്ഥാനമാറ്റം അനുസരിച്ച് അവ മാറിക്കൊണ്ടിരിക്കുന്നു. അതായത് ഈ പ്രഷർ ബെൽറ്റുകൾ ഫോം ചെയ്യുന്നത് നമുക്കറിയാം. അത് സൂര്യന്റെ ആ ഒരു അപ്പാരന്റ് മൂവ്മെന്റ്, സൂര്യന്റെ അയനത്തിനനുസരിച്ച് ഈ പറയുന്ന പ്രഷർ ബെൽറ്റുകളുടെ ഇതും മാറും അല്ലെ. സൂര്യന്റെ ആപേക്ഷിക മാറ്റം എങ്ങനെയാണെന്നുള്ളത് പറയുന്നുണ്ട്. അപ്പോൾ ഉത്തരാർദ്ധഗോളത്തിൽ അവ ശൈത്യകാലത്ത് തെക്കോട്ടും, അതായത് ഈ പ്രഷർ ബെൽറ്റുകൾ ഓൾറെഡി ഏതൊക്കെ ലാറ്റിറ്റ്യൂഡ്സിലാണോ പറയുന്നത്, അത് ഉത്തരാർദ്ധഗോളത്തിൽ അവ ശൈത്യകാലത്ത് തെക്കോട്ടും, നദേൺ ഹെമിസ്ഫിയറിൽ ഈ പറയുന്ന വിന്റർ സീസണിൽ അത് കുറച്ചും കൂടി അങ്ങോട്ടേക്ക് വരും സൗത്തിലോട്ടും, ഉഷ്ണകാലത്ത് സമ്മർ സീസണിൽ വടക്കോട്ടേക്കും മാറുന്നു. ഇങ്ങനൊരു കാര്യം നമുക്ക് എന്താണ് ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരാം. ഇങ്ങനൊരു ഇത് തന്നിട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരി ചെയ്ത് തെറ്റ് ചെയ്ത് നമുക്ക്. അതുകൊണ്ടാണ് ഈ ഒരു പോയിന്റ് പറഞ്ഞത് കേട്ടോ. വിൻഡിന്റെ സ്പീഡിനെയും ഡയറക്ഷനെയും എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് നമ്മൾ SCRT പാഠഭാഗത്ത് പറഞ്ഞു പോകുന്നുണ്ട്. കോറിയോളിസ് ഫോഴ്സ്, പ്രഷർ ഗ്രേഡിയന്റ് ഫോഴ്സ്, ഫ്രിക്ഷണൽ ഫോഴ്സ് ഒക്കെ. ഇനി ഇതിൽ എക്സ്ട്രാ ആയിട്ട് പറഞ്ഞു പോകുന്ന ഒരു കാര്യം എന്താണെന്ന് നമുക്ക് നോക്കാം. നോക്കിയേ, ഭൂമധ്യരേഖാ പ്രദേശങ്ങളിൽ കൊറിയോളിസ് ബലം അനുഭവപ്പെടുന്നില്ല. അത് നമ്മൾ അവിടെയും ജസ്റ്റ് പറഞ്ഞു പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇക്വേറ്ററിൽ എന്താണ് കൊറിയോളിസ് ഫോഴ്സ് അത്ര ഇല്ല, 0 ആണത്. ധ്രുവങ്ങളിലാണ് ഇത് ഏറ്റവും കൂടുതൽ ഉള്ളത്. ധ്രുവങ്ങൾ അതായത് ഇക്വേറ്ററിൽ നിന്ന് പോൾസിലോട്ട് പോകുന്തോറും കൊറിയോളിസ് ബലം കൂടുമെന്നർത്ഥം. ഇനി മർദ്ദചെരിവുമാന ബലം അതായത് പ്രഷർ ഗ്രേഡിയന്റ് ഫോഴ്സ്, അതിന് ലംബമായിട്ടാണ് കൊറിയോളിസ് ബലം അനുഭവപ്പെടുന്നത്. ചിലപ്പോൾ നമ്മളോട് അങ്ങനെ ചോദിക്കും. അതായത് ഈ പറയുന്ന പ്രഷർ ഗ്രേഡിയന്റ് ഫോഴ്സും അതുപോലെ തന്നെ കൊറിയോളിസ് ഫോഴ്സും എങ്ങനെയാണത്, അത് പാരലൽ ആയിട്ടല്ല, പെർപെൻഡിക്കുലർ ആയിട്ടാണ്, അതായത് ലംബമായിട്ടാണ് പോകുന്നത്. കൊറിയോളിസ് ബലം സമമർദ്ദരേഖകൾക്ക് ലംബമായിരിക്കും. കൊറിയോളിസ് ബലം എപ്പോഴും സമമർദ്ദരേഖകൾ നമ്മൾ പറഞ്ഞില്ലേ, അതായത് ഒരേ പ്രഷർ ഉള്ള ഏരിയാസ് ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഈക്വൽ ആയിട്ട് പ്രഷർ എക്സ്പീരിയൻസ് ചെയ്യുന്ന ആ ഒരു ഇതിൽ സമമർദ്ദ രേഖകൾക്ക് ലംബമായിരിക്കും, എപ്പോഴും ലംബമായിട്ടായിരിക്കും അത് ഇതാവുക. മർദ്ദചെരിവുമാനം ബലം കൂടുന്തോറും കാറ്റിന്റെ വേഗതയും ദിശാവ്യതിയാനവും കൂടും. അത് നമ്മൾ കണ്ടല്ലോ, പ്രഷർ ഗ്രേഡിയന്റ് കൂടിക്കഴിഞ്ഞാൽ വിൻഡിന്റെ സ്പീഡും ഡയറക്ഷനും ഒക്കെ വളരെയധികം കൂടും. പരസ്പരം ലംബമായി പ്രവർത്തിക്കുന്ന മേൽപ്പറഞ്ഞ രണ്ട് ബലങ്ങളുടെയും ഫലമായി ന്യൂനമർദ്ദ മേഖലകളിൽ കാറ്റ് അവയ്ക്ക് ചുറ്റുമായി വീശുന്നു. ഭൂമധ്യരേഖ പ്രദേശത്ത് കൊറിയോളിസ് ബലം 0 ആയതിനാൽ കാറ്റ് സമമർദ്ദ രേഖകൾക്ക് ലംബമായി വീശുന്നു. അപ്പോൾ ഭൂമധ്യരേഖ പ്രദേശത്ത് കൊറിയോളിസ് ഫോഴ്സ് 0 ആയതുകൊണ്ട് കാറ്റ് സമമർദ്ദ രേഖകൾക്ക് ലംബമായിട്ടായിരിക്കും വീശ. ഇത് ന്യൂനമർദ്ദം ശക്തി പ്രാപിക്കുന്നതിന് പകരം വായു കൊണ്ട് നിറയാൻ കാരണമാകുന്നു. ഇതാണ് ഭൂമധ്യരേഖാ പ്രദേശങ്ങളിൽ ഉഷ്ണമേഖല ചുഴലിക്കാറ്റുകൾ രൂപം കൊള്ളാതിരിക്കാൻ കാരണം. അപ്പൊ എന്തുകൊണ്ടാണ് ഇക്വേറ്ററിൽ ഈ പറയുന്ന ഉഷ്ണമേഖല ചുഴലിക്കാറ്റുകൾ രൂപം കൊള്ളാതിരിക്കാൻ കാരണം എന്നുള്ളത് താഴെ തന്നിട്ടുള്ളവയിൽ ഇത് കാരണം കൊണ്ടാണ്, അല്ലെങ്കിൽ എന്താണ് ഇതിന്റെ മെയിൻ റീസൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാലുള്ള ഉത്തരമാണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ ഇവിടെ എക്സ്ട്രാ പറയുന്ന ഒരു കാര്യം ഇതാണ്. കാറ്റ് രൂപം കൊള്ളുന്നതിന് കാരണമായ ബലങ്ങളുടെ ആകെ ബലമാണ് കാറ്റിന്റെ വേഗതയും ദിശയും. ഭൗമോപരിതലത്തിൽ നിന്നും 2 മുതൽ 3 കിലോമീറ്റർ വരെ ഉയരത്തിൽ അന്തരീക്ഷത്തിന്റെ ഉയർന്ന വിധാനങ്ങളിലെ കാറ്റുകളെ ഘർഷണബലം സ്വാധീനിക്കുന്നില്ല. നമുക്കറിയാം, ഘർഷണം എർത്തിന്റെ സർഫസിലാണ് കുറേ കെട്ടിടങ്ങളും കുറേ കാര്യങ്ങളൊക്കെ ഉള്ളത് അല്ലെ. മരങ്ങളാണെങ്കിലും അങ്ങനത്തെ കുറേ തടസ്സങ്ങൾ കാറ്റിന്റെ മൂവ്മെന്റിന് ഉണ്ടാക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളൊക്കെ എർത്തിന്റെ സർഫസിനോട് ചേർന്നാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ 2 മുതൽ 3 കിലോമീറ്റർ വരെ ഉയരത്തിലേക്ക് വരുമ്പോൾ അന്തരീക്ഷത്തിന്റെ ആ ഒരു ഉയർന്ന വിധാനങ്ങളിലേക്ക് കാറ്റുകൾ പോവുകയാണെങ്കിൽ അവിടെ ഘർഷണം എന്ന് പറയുന്ന കാര്യം അധികം എന്ത് ചെയ്യുന്നില്ല, എഫക്ട് ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഈ മേഖലയിൽ കൊറിയോളിസ് ബലവും മർദ്ദചെരിവുമാന ബലവുമാണ് കാറ്റിനെ പ്രധാനമായിട്ട് നിയന്ത്രിക്കുന്നതല്ലോ. കാരണം ഫ്രിക്ഷണൽ ഫോഴ്സ് അവിടെ ഇല്ല എങ്കിൽ, ആ ഒരു ഹൈറ്റിൽ ഫ്രിക്ഷൻ ഫോഴ്സ് ഇല്ലെങ്കിൽ പിന്നെ വിൻഡിന്റെ ആ ഒരു സ്പീഡിനെയും ഡയറക്ഷനെയും എഫക്ട് ചെയ്യുന്ന ആളെന്ന് പറയുന്നത് പ്രഷർ ഗ്രേഡിയന്റ് ഫോഴ്സും അതുപോലെ തന്നെ എന്താണ് കൊറിയോളിസ് ബലവുമാണ്. അപ്പോൾ അവിടെ പറഞ്ഞു വെക്കുന്ന കാര്യത്താണ് സമമർദ്ദരേഖകൾ നേർരേഖകളാവുകയും, അതായത് സമമർദ്ദരേഖകൾ എന്ന് പറഞ്ഞാൽ ഒരേപോലെ പ്രഷർ, അറ്റ്മോസ്ഫിയറിക് പ്രഷറുകൾ, ആ ഒരു ഐസോബാർസ് എന്ന് പറഞ്ഞല്ലോ, ഐസോബാർ അത് നേർരേഖകളാകുകയും സ്ട്രെയിറ്റ് ലൈൻസ് ആകുകയും ഘർഷണം ഇല്ലാതിരിക്കുകയും ചെയ്യുമ്പോൾ, ഫ്രിക്ഷണൽ ഫോഴ്സ് ഇല്ല എങ്കിൽ മർദ്ദചെരിവുമാന ബലവും കൊറിയോളിസ് ബലവും സന്തുലിതമാകുന്നു. ഒരു സ്റ്റേറ്റ്മെന്റ് പോയിന്റ് ആണ്, ഒരു പോയിന്റ് ആണ് പറഞ്ഞത്. എന്താണ് ഐസോബാറുകൾ സ്ട്രെയിറ്റ് ലൈൻസ് ആണ്, അതായത് വലിയ
സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടാണ്. അതായത് ഇങ്ങനെയൊക്കെ നമുക്ക് അറിയാലോ, പ്രഷർ നമ്മൾ ഐസോബാസ് ചിത്രങ്ങളിൽ കണ്ടതാണ്, ഇങ്ങനെയൊക്കെ വരച്ചൊക്കെ പോവാം. അത് പക്ഷേ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടാണ് പോകുന്നത് എങ്കിൽ അവിടെ എന്താണ് മർദ്ദച്ചെരിവുമാണ്, അതായത് ആ ഒരു പ്രഷർ ഗ്രേഡിയന്റ് ഫോഴ്സ് എന്ന് പറയുന്നതും കോറിയോളിസ് ബലവും ആ ഒരു ഈക്വൽ ആവും, സന്തുലിതമാകുന്ന ഇക്വിലിബ്രിയത്തിലെത്തും. അതിന്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കും? കാറ്റുകൾ സമമർദ്ദരേഖകൾക്ക് സമാന്തരമായി വീശുന്നു. ഈ പറയുന്ന സമമർദ്ദരേഖകൾക്ക് എന്ത് ചെയ്യും? കാറ്റുകൾ പാരലൽ ആയിട്ട് തന്നെ വീശും. ഈ കാറ്റുകളെയാണ് ജിയോസ്ട്രോഫിക് വിൻഡ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്താണ് ജിയോസ്ട്രോഫിക് വിൻഡ്സ്? അത് ഉണ്ടാകാനുള്ള കാരണമാണ് നമ്മളിപ്പോൾ കണ്ടത്. ഓക്കെ, അപ്പോൾ അത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. പിന്നെ നമ്മളിവിടെ കണ്ടുവരുന്ന, അതായത് സൈക്ലോൺസ് എങ്ങനെയാണ്, ആന്റി സൈക്ലോൺ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു വെക്കുന്നുണ്ട്. പിന്നെ ഇവിടെ കൃത്യമായിട്ട് ഈ ഒരു ടേബിൾ ഉണ്ട്, ഈ ഒരു ടേബിൾ നോക്കി വെച്ചേക്കാം. കേന്ദ്രത്തിലെ മർദ്ദാവസ്ഥ എങ്ങനെയാണ്, ബൈഹാർട്ടായിട്ട് ഒരു പ്രാവശ്യം ഒരെണ്ണം പഠിച്ചാൽ മതി, പിന്നെ നമുക്ക് മാറില്ല. നമ്മൾ പഠിക്കുമ്പോൾ സൈക്ലോൺ മാത്രം പഠിക്കുക, അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ബാക്കിയെല്ലാം. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് ഇതിൽ ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഓൾറെഡി പ്രഷർ ബെൽറ്റിന്റെ ആ ഒരു കാര്യവും എങ്ങനെയാണ് കാറ്റുകൾ ഇതിന്റെ ഇടയിലുള്ള പ്ലാനറ്ററി വിൻസിന്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ഈ പറഞ്ഞു വെക്കുന്ന ആദ്യ സ്റ്റേറ്റ്മെന്റ് ആണ്. നിങ്ങൾ വായിച്ചു പോവുകയാണെങ്കിൽ NCERT മാർക്ക് ചെയ്ത് വെച്ചോ. ആഗോളവാദങ്ങളുടെ, അതായത് പ്ലാനറ്ററി വിൻസിന്റെ ക്രമം എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു? എന്തിനൊക്കെ ആയിരിക്കും? കാരണം പ്ലാനറ്ററി വിൻസ് നമ്മൾ പറഞ്ഞു, ഈ പറയുന്ന പ്രഷർ ബെൽറ്റുകൾക്കിടയിൽ വീശുന്ന കാറ്റുകളാണ്. ട്രേഡ് വിൻസ്, വെസ്റ്റർലീസ്, ഈസ്റ്റർലീസ് ഒക്കെ നമ്മൾ കണ്ടു. ഓക്കെ, അപ്പോൾ ഈ പറയുന്നതിനെ, ആ ഒരു കാറ്റുകളെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് ഇവർ NCERT നമുക്ക് പറഞ്ഞു പോകുന്നത്. ഇത് SCERT ഇല്ല. വിവിധ അക്ഷാംശങ്ങളിൽ അന്തരീക്ഷം ചൂടുപിടിക്കുന്നതിലെ ഏറ്റക്കുറച്ചിൽ. സ്വാഭാവികമായിട്ട് നമുക്കറിയാം, എന്താണ് ഈ പറയുന്ന വിവിധ ലാറ്റിറ്റ്യൂഡ്സിൽ എങ്ങനെയാണോ അവിടുത്തെ അറ്റ്മോസ്ഫിയർ ചൂടുപിടിക്കുന്നത്, അത് ആ ഒരു കാറ്റിനെ സ്വാധീനിക്കും, നമുക്കറിയാം. പിന്നെ മർദ്ദമേഖലകളുടെ ആവിർഭാവം, നമുക്കറിയാലോ പ്രഷർ ബെൽറ്റിന്റെ ഇടയിലാണ് ഇത് വരുന്നത്. പിന്നെ സൂര്യന്റെ ആപേക്ഷിക മാറ്റത്തിനനുസരിച്ച് മർദ്ദമേഖലകൾക്ക് ഉണ്ടാകുന്ന സ്ഥാനമാറ്റം, നമുക്കറിയാലോ സൂര്യന്റെ ആ ഒരു അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദ സൺ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കുന്നുണ്ട്. ഉത്തരാർദ്ധഗോളത്തിലും ദക്ഷിണാർദ്ധഗോളത്തിലും ആ ഒരു ടൈമിൽ അതിന്റെ എന്താണ് സൂര്യന്റെ അയനം വടക്കോട്ടേക്ക് തെക്കോട്ടേക്ക് എന്നൊക്കെ പറയുന്നില്ല, ആ ഒരു ട്രാൻസിഷൻ എന്ത് ചെയ്യുന്നുണ്ട്? ബാധിക്കുന്നുണ്ട്. അതുപോലെ വൻകരകളുടെയും സമുദ്രങ്ങളുടെയും വിതരണം നമുക്കറിയാം. കാരണം സമുദ്രങ്ങളുടെ ആ ഒരു ഇൻഫ്ലുവൻസ്, അതായത് ലാൻഡ് ഏരിയ, നമ്മളിപ്പോൾ ഭൂമിയെ കൺസിഡർ ചെയ്യുമ്പോൾ ഈ ഏരിയയിൽ കരഭാഗം കുറവാണ്. അതുകൊണ്ടാണ് ഇവിടെ കാറ്റിന്റെ, അതായത് നമ്മുടെ റോറിംഗ് 40s, ഫ്യൂരിയസ് 50s എന്നൊക്കെ പറഞ്ഞിട്ട് പേരിട്ട് പ്ലാനറ്ററി വിൻസിൽ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു പോയിട്ടുണ്ട് അല്ലെ. അതിന്റെ ആ ഒരു, അപ്പോൾ ആ ഒരു ഇൻഫ്ലുവൻസിന്റെ എങ്ങനെയാണ് ഈ പറയുന്ന കോണ്ടിനെന്റ്സ്, അതുപോലെ തന്നെ സമുദ്രങ്ങളൊക്കെ വിതരണം ചെയ്തിരിക്കുന്നത്, അതുപോലെ തന്നെ ഭൂമിയുടെ ഭ്രമണം. ശരിയാണ്, കാരണം ഭൂമിയുടെ ഭ്രമണം മൂലമാണ് കോറിയോളിസ് ഫോഴ്സ് തന്നെ ഉണ്ടാവുന്നത് അല്ലെ. ആ ഒരു ഭ്രമണം കൊണ്ടുണ്ടാവുന്നതാണത്. അപ്പോൾ ആ ഒരു ഭ്രമണവും എന്തിനെ ബാധിക്കുന്നുണ്ട്? ഈ പറയുന്ന പ്ലാനറ്ററി വിൻസിനെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ പ്ലാനറ്ററി വിൻസിനെ ബാധിക്കുന്ന ഘടകങ്ങളാണ് എഴുതിയിരിക്കുന്നത്, ഇമ്പോർട്ടന്റ് ആണത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഈ പ്രഷർ ബെൽറ്റുകളുടെ ഫോർമേഷനൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ആ ഒരു ചാപ്റ്ററിൽ. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതിൽ സെൽസ് എന്ന് പറഞ്ഞിട്ടൊരു കോൺസെപ്റ്റ് പറയുന്നുണ്ട്. അതായത് കോശങ്ങൾ ഭൗമോപരിതലത്തിൽ നിന്നും മുകളിലേക്കും തിരികെയുമുള്ള വായുവിന്റെ ചാക്രികതയാണ് എന്താ ചംക്രമണം കോശങ്ങളിൽ നിന്ന്. ഇവിടെ നിന്നുള്ള, ഇപ്പൊ നമ്മൾ പറഞ്ഞു ഇവിടെയാണ് സൂര്യന്റെ ആ ഒരു എന്താണ് പറയാ ചൂട് ഭയങ്കരമായിട്ട് ലഭിക്കുന്നത്. അപ്പോൾ ഇവിടെയുള്ള വായു ഉയർന്നു പൊന്തും. ഇങ്ങനെ പൊന്തിയിട്ട് അത് എന്ത് ചെയ്യും? ഉയരും. അത് പിന്നെ എന്ത് ചെയ്യും? നമുക്കറിയാം അവിടെ ഒരു ലോ പ്രഷർ സോൺ ആണ് വരുന്നത് അല്ലെ. വായു ഉയരും, ശേഷം എന്ത് സംഭവിക്കും? ഇങ്ങനെ ഉയർന്നതിന് ശേഷം അത് ഈ ഒരു ലാറ്റിറ്റ്യൂഡിലോട്ട് എത്തുമ്പോൾ താഴും എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അങ്ങനെ തണുത്തിട്ട് താഴും എന്നുള്ളത്. അങ്ങനെയാണ് ഈ ഒരു ഏരിയ ഹൈ പ്രഷർ ആകുന്നത് അല്ലെ. അപ്പോൾ ഇങ്ങനെ വന്നതിന് ശേഷം നമുക്കറിയാം ഹൈ പ്രഷർ ടു ലോ പ്രഷർ ആണ് എന്ത് ചെയ്യാം? വായു സഞ്ചരിക്കാനുള്ളത്, അതായത് ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് ന്യൂനമർദ്ദ മേഖലയിലേക്ക്. അപ്പോൾ ഇങ്ങനെ തിരിച്ചും വന്നു. അപ്പോൾ ഇങ്ങനെ ഒരു സൈക്ലിക് ആയിട്ട് ഈ ഒരു കാര്യം ചെയ്തില്ലേ, കംപ്ലീറ്റ് ആയില്ലേ? ഇങ്ങനെ കംപ്ലീറ്റ് ആവുന്നതിനെയാണ് നമ്മൾ ഒരു സെൽ എന്ന് വിളിക്കാം. അങ്ങനെ ഈ ഒരു ഏരിയയിലുള്ള സെല്ലിനെയാണ് നമ്മൾ ഹാഡ്ലി സെൽ എന്ന് വിളിക്കാം. ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളത് മനസ്സിലാക്കിയില്ലെങ്കിലും ഏത് ഏരിയയിൽ ഏത് സെല്ലാണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ മതി. ഹാഡ്ലി സെല്ല്, അതുപോലെ ഇതേപോലെ ഈ കൺവെക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സും, അതുപോലെ ധ്രുവ പ്രദേശങ്ങളിൽ നിന്ന് വരുന്ന ശീതവായുവിന്റെ ഒക്കെ ആ ഒരു എന്താണ് മെർജിങ്ങും ഒക്കെ കാരണം ഈ ഒരു സെല്ല് നടക്കുന്നുണ്ട്. അതിൽ ഈ ഒരു ഏരിയയിൽ നടക്കുന്നതാണ് ഫെറൽ സെല്ല്. അതുപോലെ പോൾസിന്റെ ആ ഒരു ഭാഗത്ത് നടക്കുന്നതാണ് പോളാർ സെല്ല്. ഇത്രയും അത്യാവശ്യം പഠിച്ചാൽ മതിയാകും. നമ്മൾ എന്താണ് ആ സെല്ലുകൾ ഓരോ മേഖലയിൽ എന്തൊക്കെയാണ് എന്നുള്ളത്, അത് എങ്ങനെയാണെന്നുള്ളത്, ജസ്റ്റ് ഒരു സെല്ല് എങ്ങനെ ഉണ്ടാവണം എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതിനുശേഷം ഇതൊന്ന് നോക്കിയാൽ മതി. ഇതാണ് നമ്മൾ എക്സ്ട്രാ ആയിട്ട് ഇവിടെ പറയുന്നത്. ഇനിയാണ് നമുക്ക് സ്ഥിരം പരീക്ഷകളിൽ ചോദിക്കുന്ന ഒരു കാര്യം ഇവിടെ ഈ ഒരു ബോക്സിലായിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിന്നാണ് നമുക്കത് ചോദിച്ചിട്ടുള്ളത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അന്തരീക്ഷത്തിലെ പൊതുചംക്രമണവും അവ സമുദ്രങ്ങളിൽ ഉണ്ടാക്കുന്ന പ്രഭാവങ്ങൾ എന്ന് പറഞ്ഞിട്ട്. അന്തരീക്ഷ ചംക്രമണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫലമാണ് പസഫിക് സമുദ്രത്തിന്റെ ചൂടാകലും തണുക്കലും. മധ്യ പസഫിക് സമുദ്രത്തിലെ ഉഷ്ണജലം സാവകാശം തെക്കേ അമേരിക്കൻ തീരത്തേക്ക് നീങ്ങുകയും തണുത്ത പെറുവിയൻ പ്രവാഹങ്ങളെ തള്ളി മാറ്റുകയും ചെയ്യുന്നു. അതിന്റെ ഫലമായി പെറുവിന്റെ തീരത്ത് ഉഷ്ണജലം എത്തുന്നു. ഈ പ്രതിഭാസമാണ് എൽ നിനോ എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഏത് ഓഷ്യനിലാണ് ഇത് ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പോൾ ഏതാണ്? പസഫിക് സമുദ്രത്തിന്റെ ചൂടാകലും തണുക്കലും റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. മധ്യ പസഫിക് സമുദ്രത്തിലെ ഉഷ്ണജലം സാവകാശം എന്ത് ചെയ്യുന്നു? തെക്കേ അമേരിക്കൻ തീരത്തേക്ക് നീങ്ങുകയും തണുത്ത പെറുവിയൻ പ്രവാഹങ്ങളെ
അവിടുന്ന് തള്ളി മാറ്റുകയും ചെയ്യുന്നു. അപ്പോൾ ഇത് ഓഷ്യൻ കറൻസ് എന്ന് പറഞ്ഞിട്ടൊരു ഏരിയ ഉണ്ട്. അതിൽ കറൻസ് സമുദ്രജല പ്രവാഹങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഈ പെറുവിയൻ കറൻസ് ഒക്കെ ഏത് ഭാഗത്താണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതൊക്കെ ആ ഒരു ഭാഗത്താണ് ശരിക്കും കാണുന്നത്. ഇപ്പോൾ അതും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പറഞ്ഞ കോൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലാകും. അപ്പോൾ അത് പഠിക്കുമ്പോൾ നമുക്ക് എളുപ്പമാവും. അപ്പോൾ ഇപ്പോൾ ജസ്റ്റ് ഇത്രയും മനസ്സിലാക്കാം. ഈ പറയുന്ന പോലെ പെറുവിയൻ പ്രവാഹങ്ങളെ തള്ളിമാറ്റി അവിടെ ഉഷ്ണജലം എത്തുന്നു. ഈ ഒരു പ്രതിഭാസത്തെയാണ് എൽ നിനോ എന്ന് വിളിക്കുന്നത്. ഇതിന് മധ്യ പസഫിക് സമുദ്രത്തിലെയും ഓസ്ട്രേലിയയിലെയും മർദ്ദ സാഹചര്യങ്ങളുമായി അടുത്ത ബന്ധമുണ്ട്. പസഫിക് സമുദ്രത്തിലെ മർദ്ദ സാഹചര്യത്തിൽ ഉണ്ടാകുന്ന മാറ്റമാണ് ദക്ഷിണ ആന്തോളനം എന്ന് പറയുന്നത്. അപ്പോൾ പസഫിക് സമുദ്രത്തിൽ ഈ പറയുന്ന മർദ്ദ സാഹചര്യത്തിൽ ഉണ്ടാകുന്ന മാറ്റത്തെ എന്താണ് താഴെ പറയുന്നതിൽ വിളിക്കുന്നത് എന്നുള്ള രീതിയിൽ ചോദിച്ചാൽ ചിലപ്പോൾ നമുക്ക് സദേൺ ഓസിലേഷൻ, എൻസോ, എൽ നിനോ, ലാ നിന എന്നൊക്കെ തന്നിട്ടുണ്ടാകും ചിലപ്പോൾ ഓപ്ഷൻസിൽ. എന്താണത്? അതാണ് ദക്ഷിണ ആന്തോളനം അഥവാ സദേൺ ഓസിലേഷൻ. അപ്പോൾ ഈ പറയുന്ന സദേൺ ഓസിലേഷനും എൽ നിനോയും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ അതെന്തായി? എൻസോ എന്ന് പറയുന്ന പ്രതിഭാസമായി. ഓക്കെ, എൻസോ ശക്തമാകുന്ന വർഷങ്ങളിൽ ആഗോളതലത്തിൽ വലിയ തോതിൽ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ഉണ്ടാകും. തെക്കേ അമേരിക്കയുടെ വരണ്ട പടിഞ്ഞാറൻ തീരത്ത് ശക്തമായ മഴ ലഭിക്കുന്നതും ഓസ്ട്രേലിയയിലും ചില സമയത്ത് ഇന്ത്യയിലും വരൾച്ച അനുഭവപ്പെടുന്നതും ചൈനയിൽ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നതും എല്ലാം ഇതിന്റെ ഫലമായിട്ടാണ്. ഈ പ്രതിഭാസങ്ങളെ സൂക്ഷ്മമായി നിരീക്ഷിച്ചാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ പ്രധാന മേഖലകളിലെ ദീർഘകാല കാലാവസ്ഥാ പ്രവചനം നടത്തുന്നത്. ഇതിന്റെ അഡീഷണൽ ആയിട്ട് എൽ നിനോ എന്ന് പറയുന്ന ആ ഒരു പേരിന്റെ അർത്ഥമൊക്കെ നിങ്ങൾ റാങ്ക് ഫയലിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഇവിടെ നമ്മളിപ്പോൾ ജസ്റ്റ് ടെക്സ്റ്റിലെ പോയിന്റ്സ് മാത്രമേ പറയുന്നുള്ളൂ. പിന്നീട് ഇവിടെ നമ്മൾ ഏതൊക്കെ ടൈപ്പ് ഓഫ് വിൻസ്, പ്ലാനറ്ററി വിൻസ് ആദ്യം കാണുന്നുണ്ട്. അതുപോലെ എന്താണ് ലോക്കൽ വിൻസിൽ തന്നെ ഏതൊക്കെ ഉണ്ടെന്നുള്ളത് നമുക്കറിയാം. അതൊക്കെ ഇവിടെ പറഞ്ഞു പോകുന്നുണ്ട്. പിന്നെ അതൊക്കെ നമ്മൾ അവിടെയും കണ്ടത് തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. ആകെ ഒരു അഡീഷണൽ പോയിന്റ് ഇവിടെ പറഞ്ഞു വെക്കുന്നത് ഹിമപാളികളിലെയും ഉയർന്ന പീഠഭൂമികളിലെയും തണുത്ത വായു താഴ്വരകളിലേക്ക് ഒഴുകി ഇറങ്ങുന്നതിനെ കാറ്റബാറ്റിക് കാറ്റ് എന്ന് അറിയപ്പെടുന്നു. അപ്പോൾ ഈ കാറ്റബാറ്റിക് കാറ്റ് എന്ത് വിൻഡിന് ഉദാഹരണമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? പ്രാദേശികവാദമാണത്, ലോക്കൽ വിൻഡാണ്. ഇവിടെ എക്സ്ട്രാ പറയുന്ന ഒരു പോയിന്റ് പിന്നെ വായു സഞ്ചയങ്ങൾ അഥവാ എയർ മാസസ് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നോക്കാം. സമാന സവിശേഷതകൾ പുലർത്തുന്ന ഒരു പ്രദേശത്തിന് മുകളിൽ വായു വേണ്ടത്ര സമയം നിലകൊള്ളുകയാണെങ്കിൽ ആ പ്രദേശത്തിന്റെ സവിശേഷതകൾ ആ വായുവിലേക്ക് പകരുന്നു. അതായത് ഒരേപോലത്തെ ഫീച്ചേഴ്സ്, ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ഉള്ള ഒരു പ്രദേശം, എന്താ പറയുക, സമാന സവിശേഷതകൾ പുലർത്തുന്ന ഒരു പ്രദേശത്തിന് മുകളിൽ വായു എന്ത് ചെയ്യാണ്? വേണ്ടത്ര സമയം, അതായത് ഒരു പർട്ടിക്കുലർ ടൈമിൽ നിലകൊള്ളുകയാണെങ്കിൽ ആ റീജിയണിന് എന്ത് ക്യാരക്ടറിസ്റ്റിക്സ് ആണോ ഉള്ളത് അതെന്തിലേക്കും പകരും? ആ വായുവിലേക്കും പകരും. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, നമ്മൾ ഇടയ്ക്ക് ട്രാവൽ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഓരോ ജില്ലകളിലും ഓരോ സ്ലാങ് ആയിരിക്കും. മലയാളം തന്നെ സംസാരിക്കുകയാണെങ്കിലും അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ കുറച്ച് നാൾ അവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അവരുടെ അതേ സ്ലാങ്ങിൽ നമ്മൾ എന്താണ് സംസാരിക്കുന്ന ആ ഒരു ലെവലിലോട്ട് എത്തും. ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, ഞാൻ അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ വായുവിനും സംഭവിക്കും. അതിവിശാലമായ സമുദ്രോപരിതലം, വിസ്തൃതമായ സമതലങ്ങൾ, ഇവയൊക്കെ ഒരേ സവിശേഷതകളുള്ള പ്രദേശങ്ങളാണ്. അപ്പോൾ അതിനുള്ള എക്സാമ്പിളാണ് അവർ പറഞ്ഞത്. എന്താണ്? വിശാലമായ സമുദ്രം അത്രയും വാസ്റ്റ് ആണ് അല്ലേ? അവിടെ ഒരു റീജിയൻ എടുത്തു കഴിഞ്ഞാൽ ഏറെക്കുറെ അവിടെ എല്ലാം എന്താണ് സെയിം ആണ്. അതുപോലെ വിസ്തൃതമായ സമതലങ്ങൾ നോക്കുകയാണെങ്കിൽ അങ്ങനെയാണ്. താപം, ആർദ്രത ഇവയിലൊക്കെ സവിശേഷത പ്രകടിപ്പിക്കുന്നതാണ് ഓരോ വായു സഞ്ചയങ്ങളും. അപ്പോൾ ഈ പറയുന്നതാണ് എന്ത്? വായു സഞ്ചയങ്ങൾ എന്ന് പറയുന്നത്. ഈ പറയുന്ന വായു സഞ്ചയങ്ങൾ എന്താണ്? ഹീറ്റ് ആണെങ്കിലും അതുപോലെ തന്നെ ഹ്യൂമിഡിറ്റി ഇവയിലൊക്കെ സവിശേഷത പ്രകടിപ്പിക്കുന്നതാണ്. ചിലപ്പോൾ വാം ആയിട്ടുള്ള എയർ മാസ് ഉണ്ടാവും, കോൾഡ് ആയിട്ടുള്ള എയർ മാസ് ഉണ്ടാവും. ഓക്കെ, ഇവിടെ എയർ മാസസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ പറഞ്ഞു പോകുന്നുണ്ട്. അത്രയും ഒന്നും വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. നമ്മൾ ജസ്റ്റ് എന്താണ് എയർ മാസ് എന്ന് മനസ്സിലാക്കിയാൽ മതി. നെക്സ്റ്റ് ഇവിടെ ഫ്രണ്ട്സ്, വാതമുഖങ്ങൾ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം പറഞ്ഞിട്ടുണ്ട്. അഭിമുഖമായി നിൽക്കുന്ന രണ്ട് വ്യത്യസ്ത വായു സഞ്ചയങ്ങൾ തമ്മിലുള്ള അതിർവരമ്പാണ് വാതമുഖം എന്നറിയപ്പെടുന്നത്. അതായത് ഇപ്പോൾ ഇവിടെ ഒരു വാം എയർ മാസ് ആണ്, അതായത് ഇതൊരു വാം ആയിട്ടുള്ള ഒരു എയർ മാസ് ആണെന്ന് വിചാരിക്കാം, ഇപ്പുറത്തൊരു കോൾഡ് ആണ്. അപ്പോൾ ഇവർ തമ്മിലുള്ള ഒരു സെപ്പറേഷൻ ഉണ്ടല്ലോ, അതാണ് ആക്ച്വലി എന്ത്? ഫ്രണ്ട് എന്ന് പറയുന്നത്. അതായത് വാതമുഖം അഭിമുഖമായിട്ട് നിൽക്കുകയാണ്, അതൊരു വരമ്പ് പോലെ ഇങ്ങനെ നിൽക്കുകയാണ്. വാതമുഖങ്ങൾ രൂപം കൊള്ളുന്ന പ്രക്രിയയാണ് വാതമുഖോൽപത്തി അഥവാ ഫ്രണ്ടോജനസിസ് എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ ഇവിടെ കുറച്ച് ടൈപ്പ് ഓഫ് ഫ്രണ്ട്സ് ഉണ്ട്. ഇത് ആക്ച്വലി ഡിഗ്രി ലെവൽ എക്സാംസിനൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ അവർക്ക് ഇതൊന്ന് നോട്ട് ചെയ്യാം. അല്ലാത്തവർ ജസ്റ്റ് ഒന്ന് വായിച്ചു പോയാലും മതി. കൂടുതലായിട്ട് ഇപ്പോൾ മനസ്സിലാവില്ലെങ്കിൽ വിട്ടോളൂ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഡിഗ്രി ലെവലിന് ഇമ്പോർട്ടൻ്റ് ആണത്. സ്ഥിരമായി നിൽക്കുന്ന വായു സഞ്ചയത്തിന്റെ അതിർവരമ്പാണ് നിശ്ചലവാതമുഖം അഥവാ സ്റ്റേഷനറി ഫ്രണ്ട് എന്നറിയപ്പെടുന്നത്. തണുത്ത വായു സഞ്ചയം ഉഷ്ണവായു സഞ്ചയത്തിനടുത്തേക്ക് നീങ്ങുന്ന സന്ദർഭത്തിൽ അവ തമ്മിൽ സമ്പർക്കത്തിൽ ഏർപ്പെടുന്ന മേഖലയാണ് കോൾഡ് ഫ്രണ്ട്. അപ്പോൾ തണുത്തത് ഒരു വാമിനെ കൊണ്ടുപോയി, അതായത് തണുത്തതാണ് ഹെഡ് ചെയ്യുന്നത്, തണുത്തതാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ അവിടെ കോൾഡ് ഫ്രണ്ടും, തിരിച്ച് ഒരു എന്താ പറയുക വളരെയധികം ഉഷ്ണവായു സഞ്ചയമാണ് ഒരു കോൾഡിന്റെ അടുത്തേക്ക് നീങ്ങുന്നതെങ്കിൽ, അതായത് മുന്നിട്ടിറങ്ങുന്ന ആൾ ആരാണോ അതായിരിക്കും ആ ഫ്രണ്ടിന്റെ പേര്. അത്രേ ഉള്ളൂ. ഏത് വായുസഞ്ചയമാണ് മുന്നിട്ടിറങ്ങി അങ്ങോട്ടേക്ക് പോകുന്നത് അതിന്റെ പേരായിരിക്കും ആ ഒരു ഫ്രണ്ടിനുണ്ടാവുക. അങ്ങനെ കോൾഡ് ഫ്രണ്ട് ഉണ്ട്, വാം ഫ്രണ്ട് ഉണ്ട്. പിന്നെ പൂർണ്ണമായും ഒരു വായുസഞ്ചയം ഭൗമോപരിതലത്തിൽ നിന്ന് പൂർണ്ണമായും ഉയരുകയാണെങ്കിൽ, അതായത് ഇങ്ങനെയാണ് ഒരു വലിയൊരു എയർ മാസ് ഇങ്ങനെ ഉയർന്ന് പോകുന്ന ആ ഒരു എയർ മാസ് ഉണ്ടല്ലോ, അത് സമൃദ്ധവാതമുഖം അഥവാ ഒക്ലൂഡഡ് ഫ്രണ്ട് എന്നറിയും. ഓക്കെ, പിന്നെ നമ്മൾ ചക്രവാതങ്ങൾ അതൊക്കെയാണ് ഇതിലുള്ളത്. അതൊക്കെ നമ്മൾ അതിൽ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഓൾറെഡി പറഞ്ഞു, നോക്കണ്ട. അതായത് വളരെയധികം
ഞാൻ പറഞ്ഞ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് ആവശ്യമില്ലെന്ന് മാത്രം നോക്കിയാൽ മതി. ഇതൊരു +1 +2 മെയിൻ സബ്ജക്ട്സ് എടുക്കുന്നവർക്ക് പഠിക്കേണ്ട കുറേയധികം കാര്യങ്ങളുണ്ട് കേട്ടോ. അതിലൊന്നും നമുക്ക് വേണ്ടി വരില്ല. പിന്നെ ഇവിടെ നമ്മൾ ഓൾറെഡി ട്രോപ്പിക്കൽ സൈക്ലോൺസ് ഇതൊക്കെ ഏതൊക്കെ പേരുകളിൽ ഓരോ സ്ഥലത്ത് അറിയപ്പെടുന്നതൊക്കെ നമ്മൾ ആ ഒരു ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിവിടെ പറയുന്നില്ല എഗൈൻ. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ട്രോപ്പിക്കൽ സൈക്ലോൺസിന്റെ ആ ഒരു ഫോർമേഷനെ സംബന്ധിച്ചിട്ട് ഈ പറയുന്ന ഉഷ്ണമേഖലാ ചക്രവാതങ്ങൾ ട്രോപ്പിക്കൽ സൈക്ലോൺസ് രൂപം കൊള്ളുന്നതിനും ശക്തി പ്രാപിക്കുന്നതും കൂടുതലും എവിടെയാണ്? അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. സമുദ്രങ്ങളുടെ മുകളിലാണ്. നമ്മൾ അവിടെ കണ്ടിരുന്നത് ആ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സമുദ്രങ്ങളുടെ മുകളിലാണ് കൂടുതലും ഇവ എന്ത് ചെയ്യുന്നത്? ശക്തി പ്രാപിക്കുന്നത്. ചൂടേറിയ ഉഷ്ണമേഖലാ സമുദ്രങ്ങൾ കേട്ടോ, വെറും സമുദ്രങ്ങളല്ല, ചൂടേറിയ ഉഷ്ണമേഖലാ സമുദ്രങ്ങളിലാണ് ഈ പറയുന്ന ഉഷ്ണമേഖലാ ചക്രവാതങ്ങൾ രൂപം കൊള്ളുന്നതും ശക്തി പ്രാപിക്കുന്നതും. അപ്പോൾ അതിന് അനുകൂലമായിട്ട് അങ്ങനെ ഒരു ട്രോപ്പിക്കൽ സൈക്ലോൺ അവിടെ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ അവിടെ വേണ്ട കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. അത് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചേക്കട്ടോ. ചിലപ്പോൾ അടുത്തൊരു ലെവലിലൊക്കെ ചോദിക്കാൻ വളരെ ടഫായിട്ട് ചോദിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. 27 ഡിഗ്രി സെൽഷ്യസിൽ കൂടുതൽ ഊഷ്മാവുള്ള വിശാല സമുദ്രോപരിതലം, അത്രയും ടെമ്പറേച്ചർ വേണം. 27 ഡിഗ്രി സെൽഷ്യസിൽ കൂടുതൽ, അത് മാത്രം നോക്കുക. ദെൻ കൊറിയോളിസ് പ്രഭാവത്തിന്റെ സാമീപ്യം, അപ്പോൾ കൊറിയോളിസ് ഫോഴ്സ് അവിടെ ഉണ്ടായിരിക്കണം. കാറ്റിന്റെ അപ്പോൾ കൊറിയോളിസ് ഫോഴ്സ് ഉണ്ടായിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു ഓൾറെഡി ഇക്വേറ്ററിൽ എന്തില്ല? കൊറിയോളിസ് ഫോഴ്സ് ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ സൈക്ലോൺസ് ഇല്ലാത്തത്. ദെൻ കാറ്റിന്റെ ലംബതല വേഗതയിൽ ഉണ്ടാകുന്ന നേരിയ വ്യത്യാസം, ലംബതല വേഗതയിൽ അതായത് വെർട്ടിക്കലി കാറ്റിന്റെ ഇതിൽ കുറച്ച് വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കണം. വേഗതയിൽ നേരത്തെ തന്നെ നിലനിന്നിരുന്ന ഒരു ദുർബല ന്യൂനമർദ്ദ മേഖല ഉണ്ടായിരിക്കണം. സമുദ്രനിരപ്പിന് മുകളിലായി ഉയർന്ന തലത്തിലെ വായുവിന്റെ വിയോജനം, സമുദ്രനിരപ്പിന് മുകളിലായി ഉയർന്ന തലത്തിലെ വായുവിന്റെ വിയോജനം, ഇത്രയാണ് ഫാക്ടേഴ്സ്. അത് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചേക്കൂട്ടോ. കൂടുതൽ ഡീറ്റെയിൽസിലോട്ട് പോകാൻ ഞാൻ പറയില്ല. പിന്നെ ഞാൻ അവിടെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് ലാൻഡ് ഫോള്, ഐ വോൾ എന്നൊക്കെ പറഞ്ഞിട്ട്. അത് ഇവിടെ ജസ്റ്റ് പറയുന്നുണ്ട്. അത് നിങ്ങളൊന്ന് വായിച്ചു നോക്കണം കേട്ടോ. ടെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഈ ഒരു പിക്ചറും അതുപോലെ തന്നെ ഈ ഒരു ഏരിയയും നോക്കണം. ലാൻഡ് ഫോൾ എന്താണ് എന്നുള്ളതൊക്കെ ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ലാൻഡ് ഫോൾ ഐ ഓഫ് സൈക്ലോൺ ഒന്നും പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പിന്നെ ചുറ്റി വീശുന്ന ഈ പറയുന്ന ഉഷ്ണമേഖലാ ചക്രവാതങ്ങൾ അഥവാ ട്രോപ്പിക്കൽ സൈക്ലോണിന്റെ വ്യാസം അത് ചിലപ്പോൾ ചോദിക്കാം. 180 കിലോമീറ്റർ മുതൽ 280 കിലോമീറ്റർ വരെയാണ്. താഴെ തന്നിട്ടുള്ളവയിൽ ഉഷ്ണമേഖലാ ചക്രവാതങ്ങളുടെ സവിശേഷതകൾ എന്താണ്? അവയുടെ വ്യാസം ഇതാണ്, 150 കിലോമീറ്റർ മുതൽ 280 കിലോമീറ്റർ വരെയാണ്. അപ്പോൾ ഈ പറയുന്ന ഒരു ഏരിയ ഉണ്ടല്ലോ, അതായത് ഈ ട്രോപ്പിക്കൽ സൈക്ലോണിന്റെ 100ാമത്തെ പേജിൽ കൃത്യമായിട്ട്, ഇപ്പോൾ ഇത് PDF ആണ്, PDF പേജ് വെച്ചിട്ട് പറയുകയാണെങ്കിൽ 100ാമത്തെ പേജിൽ പറഞ്ഞിട്ടുള്ള സൈക്ലോൺസിന്റെ ഭാഗം ഒന്ന് കൃത്യമായിട്ട് നോക്കും. 300 മുതൽ 500 കിലോമീറ്റർ ദൂരം വരെ സഞ്ചരിക്കുന്നവയാണ് ഇവ. അതടുത്തൊരു ഫാക്ടർ. വ്യാസം പറഞ്ഞു, ഇതിന്റെ സഞ്ചാരത്തിന്റെ ആ ഒരു ഇത് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യങ്ങൾ ഇത്രയൊക്കെ എന്ത് ചെയ്യണം? നമ്മൾ കൃത്യമായിട്ട് തന്നെ വായിച്ചു പോയിരിക്കണം കേട്ടോ. ഇനി ഇവിടെ അഡീഷണൽ ആയിട്ട് പറയുന്നത് തണ്ടർ സ്റ്റോംസ് ആൻഡ് ടൊർണാഡോസ് ആണ്. അത് കൃത്യമായിട്ട് നോക്കണം. അത് എക്സ്ട്രാ ആയിട്ട് ഇവിടെ പറയുന്ന ഒരു കാര്യമാണ്. ശക്തിയേറിയ മറ്റു പ്രാദേശിക കൊടുങ്കാറ്റുകളാണ് ഇടിമിന്നലോട് കൂടിയ കൊടുങ്കാറ്റുകളും ടൊർണാഡോകളും. താരതമ്യേന ചെറിയ പ്രദേശങ്ങളിൽ, ഞാൻ പറഞ്ഞല്ലോ, ചെറിയ പ്രദേശങ്ങളിൽ ഷോർട്ട് ഡ്യൂറേഷനിൽ നിൽക്കുന്ന ടൈപ്പ് ഓഫ് ഇതാണ് ഇതെന്ന് പറയുന്നത്, ടൊർണാഡോസ് എന്നൊക്കെ പറയുന്നത്. ആർദ്രതയും അത്യുഷ്ണവും അനുഭവപ്പെടുന്ന ദിവസങ്ങളിലെ ശക്തമായ സംവഹന പ്രക്രിയയിലൂടെയാണ് ഇവ രൂപം കൊള്ളുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ഇവ രൂപം കൊള്ളുന്നു? അതിനുള്ള കണ്ടീഷനാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇത് നോക്കുക. ആർദ്രത, ഹ്യൂമിഡിറ്റി, അത്യുഷ്ണവും ഇത് അനുഭവപ്പെടുന്ന ദിവസങ്ങളിലെ ശക്തമായ കൺവെക്ഷൻ ആണ് ഇതിനുണ്ടാവാൻ കാരണം. യഥാർത്ഥത്തിൽ ഇടിയും മിന്നലും ഉണ്ടാക്കുന്ന പൂർണ്ണ വികാസം പ്രാപിച്ച ക്യൂമുലോനിംബസ് മേഘങ്ങളാണ് ഇവ. അപ്പോൾ ഏത് ടൈപ്പ് ഓഫ് മേഘങ്ങളാണ് ഈ പറയുന്ന ടൊർണാഡോസ് ഒക്കെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്യൂമുലോനിംബസ് ആണ്. ഇത് തന്നെയാണ് ട്രോപ്പിക്കൽ സൈക്ലോണിനും കാരണമാകുന്ന ഒരു സംഭവം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. ഈ മേഘങ്ങൾ വളർന്ന് 0 ഡിഗ്രി ഊഷ്മാവിലും, ഈ മേഘങ്ങൾ എന്താണ്? വളർന്ന് 0 ഡിഗ്രി ഊഷ്മാവിലെ ടെമ്പറേച്ചറിൽ താഴെയുള്ള ഉയരങ്ങളിൽ എത്തുമ്പോൾ അത് ആലിപ്പഴം, ഹെയിൽസ് രൂപം കൊള്ളാൻ കാരണമാകും. അപ്പോൾ ഈ പറയുന്ന ക്യൂമുലോനിംബസ് മേഘങ്ങളാണ് വളർന്ന് 0 ഡിഗ്രി ഊഷ്മാവ് എത്തുമ്പോൾ എന്തായിത്തീരുന്നത്? ആലിപ്പഴം, ഹെയിൽസ് ആയി മാറുന്നത്. അത് ആലിപ്പഴ വീഴ്ചയ്ക്ക്, ഹെയിൽ സ്റ്റോംസ് ആയിട്ട് മാറുന്നതും. മേഘപാളികളിൽ വേണ്ടത്ര ഈർപ്പമില്ലാതെ വരുമ്പോൾ ഇവ പൊടിക്കാറ്റ്, ഡസ്റ്റ് സ്റ്റോംസ് ആയിട്ട് മാറും. ഓക്കെ, അങ്ങനെ ശക്തമായി ചൂട് പിടിച്ച വായു കൂടുതൽ ഈർപ്പമാകിരണം ഉയരുന്നതിലൂടെ മേഘങ്ങൾ വലുതാവുകയും വർഷണത്തിന് കാരണമാവുകയും. ഇവിടെ എന്താണ് ടൊർണാഡോ എന്നുള്ളത് ഇവിടെ പറയുന്നുണ്ട്. പിന്നെ ഒരു വാട്ടർ സ്പ്രൗട്ട്സ് ഉണ്ട്, ഒന്ന് നോക്കി വേഗം. ഇടിമിന്നലോട് കൂടിയ ഈ കൊടുങ്കാറ്റുകളിൽ നിന്ന് ചില സമയങ്ങളിൽ കാറ്റൊരു ചുഴി പോലെ കറങ്ങി, ഇടിമിന്നലോട് കൂടിയ ഈ നമ്മൾ നേരത്തെ പറഞ്ഞ കണ്ടീഷനൊക്കെ വെച്ചിട്ടാണ് ഈ സംഭവം ഉണ്ടാവുക. ഓക്കെ, ആർദ്രത അതുപോലെ തന്നെ അത്യുഷ്ണം ഒക്കെ നമ്മൾ പറഞ്ഞു. സ്ട്രോങ് കൺവെക്ഷന്റെ സമയത്താണ് ഇത് ഉണ്ടാവുക. ഈ പറയുന്ന അതിന്റെ മേഘത്തിന്റെ ഫോർമേഷൻ ഒക്കെ നമ്മൾ കണ്ടു. അതിനുശേഷം ഇടിമിന്നലോട് കൂടി ഈ കൊടുങ്കാറ്റുകളിൽ നിന്ന് ചില സമയങ്ങളിൽ കാറ്റൊരു ചുഴി പോലെ കറങ്ങി തുമ്പിക്കൈയുടെ ആകൃതിയിൽ അതീവ ശക്തിയോടുകൂടി ഭൗമോപരിതലത്തിലേക്ക് താഴ്ന്നിറങ്ങി ഇറങ്ങി വരാറുണ്ട്. ഇതിങ്ങനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പിക്ചേഴ്സിൽ കാണുന്നതൊക്കെ ഈ ടൊർണാഡോ ആണ്. കരയിലൂടെ ഇങ്ങനെ പോകുന്നത് കണ്ടിട്ടില്ലേ? മെയിൻലി അമേരിക്കൻ പ്രദേശങ്ങളിലൊക്കെയാണ് ഇത് കാണുക. സഞ്ചാരപാതയിൽ അത്യധികം നാശനഷ്ടങ്ങൾ ഉണ്ടാക്കും. കേന്ദ്രസ്ഥാനത്ത് അതീവ ന്യൂനമർദ്ദം, സ്ട്രോങ് ലോ പ്രഷർ സിസ്റ്റമാണ് സെന്ററിൽ. ഓക്കെ, മധ്യ അക്ഷാംശ പ്രദേശങ്ങളിലാണ് ഇവ സാധാരണ കാണുന്നത്. അതാണ് നോട്ട് ചെയ്യേണ്ടത്. ടൊർണാഡോ ഏത് പ്രദേശങ്ങളിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിഡ് ലാറ്റിറ്റ്യൂഡ്സിലാണ്, മധ്യ അക്ഷാംശ പ്രദേശങ്ങളിലാണ്. ഇനി കടലിന് മുകളിൽ ഉണ്ടാകുന്ന ടൊർണാഡോകളെ എന്ത് വിളിക്കും? വാട്ടർ സ്പ്രൗട്ട്. വെരി വെരി ഇമ്പോർട്ടന്റ്. അപ്പോൾ കടലിലുണ്ടാകുന്ന ടൊർണാഡോസിനെ വിളിക്കുന്ന പേരാണ് വാട്ടർ സ്പ്രൗട്ട്സ് എന്ന് പറയുന്നത്. ജസ്റ്റ് പറയുന്നുണ്ട്, താപവിതരണത്തിലെ അസന്തുലിതാവസ്ഥയോട് താതാത്മ്യം പ്രാപിക്കാനുള്ള അന്തരീക്ഷത്തിന്റെ ശ്രമമാണ് കൊടുങ്കാറ്റുകളുടെ രൂപത്തിൽ പ്രകടമാവുന്നത്. ഈ കൊടുങ്കാറ്റുകളിലെ താപോർജ്ജം, ഹീറ്റ് എനർജി, സ്ഥിതികോർജ്ജം, നമ്മളുടെ പൊട്ടൻഷ്യൽ എനർജി, പിന്നെ ഗതികോർജ്ജം, കൈനറ്റിക് എനർജി, അസ്വസ്ഥമായ അന്തരീക്ഷം അതിന്റെ സുസ്ഥിര സ്ഥിതിയിലേക്ക് തിരികെ എത്തിച്ചേരുകയും ചെയ്യും. അപ്പൊ അസ്വസ്ഥത വന്നതുകൊണ്ടാണ് അതിനെ സ്വസ്ഥതയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അല്ലെ, കൊടുങ്കാറ്റ് ഒക്കെ നമ്മൾ പറഞ്ഞു, ഹൈ പ്രഷർ ടു ലോ പ്രഷറിലേക്കൊക്കെ ഒരു മൂവ്മെന്റ് വരുന്നത് എന്താ? അവിടെ ഒരു വ്യത്യാസം വന്നു. ആ വ്യത്യാസത്തെ എന്ത് ചെയ്യുന്നു? ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഇപ്പോൾ ഈ NCERT പാഠഭാഗം നോക്കുന്നതോടൊപ്പം അതിന്റെ പറഞ്ഞിട്ടുള്ള എക്സസൈസ് ക്വസ്റ്റ്യൻസ് ഇത്
വളരെയധികം എന്താ പറയുക മൾട്ടിപ്പിൾ ചോയ്സ് ആയിട്ട് കൊടുത്തേക്കണമെന്നാണ് കൂടുതൽ നോക്കേണ്ടത് കേട്ടോ. അത് തന്നെ ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. ഭൗമോപരിതലത്തിലെ അന്തരീക്ഷ മർദ്ദം 1000 മില്ലിബാർ ആണെങ്കിൽ ഉപരിതലത്തിന് 1 കിലോമീറ്ററിന് മുകളിൽ അനുഭവപ്പെടുന്ന അന്തരീക്ഷ മർദ്ദം നമുക്ക് അറിയാവുന്ന കോൺസെപ്റ്റ് എന്താ? 10 മീറ്ററിന് 1 മില്ലിബാർ വെച്ച് കുറയും അല്ലേ? അങ്ങനെയാണെങ്കിൽ 1 മീറ്ററിന് എത്രയാ കുറയുക? 1/10 മില്ലിബാർ ആണ്. അപ്പോൾ ഇവിടെ 1000 മീറ്ററിന് എത്ര കുറയുന്നത് നമ്മൾ നോക്കുക. കാരണം 1 കിലോമീറ്റർ 1000 മീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ 1000 മീറ്ററിന് എത്ര കുറയുമെന്ന് അറിയാം. 1/10 ഇൻറ്റു 1000. അപ്പോൾ 100 മില്ലിബാർ കുറയും അല്ലേ? 100 മില്ലിബാർ കുറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? 1000-ന്ന് 100 പോയി കഴിഞ്ഞാൽ 900 മില്ലിബാർ. അപ്പൊ മുകളിൽ അനുഭവപ്പെടുന്നതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് ഏകദേശം എത്ര വരും? 900 വരും. അപ്പോൾ നമ്മുടെ ആൻസർ ഇതാണ്. നോക്കി, അന്തരുഷ്ണ മേഖല സംക്രമണ മേഖല സാധാരണ കാണപ്പെടുന്നത് എവിടെയാണ്? നമുക്കറിയാം ഭൂമധ്യരേഖയ്ക്ക് സമീപമാണെന്നല്ലേ. ദെൻ ഉത്തരാർദ്ധഗോളത്തിൽ ന്യൂനമർദ്ദ കേന്ദ്രം ചുറ്റുമുള്ള കാറ്റിന്റെ ദിശ എങ്ങനെയാണ്? എതിർ ഘടികാര ദിശയാണ് അല്ലേ. ദെൻ താഴെ പറയുന്നവയിൽ വായുസഞ്ചയങ്ങളുടെ ഉത്ഭവ പ്രദേശം ഏതാണ്? അതായത് നമ്മുടെ എയർ മാസ്, ഭൂമധ്യരേഖ വനപ്രദേശം, സൈബീരിയൻ സമതലം, ഹിമാലയം, ഡെക്കാൻ പീഠഭൂമി. നമ്മളൊന്ന് നോക്കി, ഭൂമധ്യരേഖ വനപ്രദേശം നമ്മൾ പറഞ്ഞ ഒരു പോയിന്റ് ഉണ്ട് അവിടെ. അത് വെച്ചിട്ട് നമുക്കൊരു ഹിന്റ് വെച്ചിട്ട് ആൻസറിലേക്ക് എത്താം എന്താണെന്നുള്ളത്. അതായത് നമ്മൾ പറഞ്ഞു ഒരേപോലത്തെ സമുദ്രമൊക്കെ ഏകദേശം എല്ലാ ഫാക്ടേഴ്സും അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒരേപോലെ നിലനിൽക്കുന്ന ഒരു പ്രദേശമാണെങ്കിൽ അവിടെ നിൽക്കുന്ന വായുവിനും ആ ഒരു ഫീച്ചർ വരും, അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ വരും. അപ്പോൾ അതാണ് വായുസഞ്ചയം. ഇത് നമ്മൾ പറഞ്ഞു സമുദ്രം ഇങ്ങനെ വാസ്റ്റായി കിടക്കല്ലേ, അപ്പോൾ ഓൾമോസ്റ്റ് സമുദ്രത്തിന്റെ ഏത് ഭാഗത്തെടുത്താലും അവിടുത്തെ ഫാക്ടേഴ്സ് ഒക്കെ ഏകദേശം സെയിം ആയിരിക്കും അല്ലെ. അപ്പോൾ അത് പറഞ്ഞു. അതുപോലെ സമതലങ്ങൾ പറഞ്ഞു. ഓക്കെ, സമതലം പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ഏകദേശം ഉത്തരത്തിലേക്ക് താഴെ പറയുന്നവയിൽ വായുസഞ്ചയങ്ങളുടെ ഉത്ഭവ പ്രദേശമാകാൻ സാധ്യതയുള്ള ഒരു ഏതാണ്? സൈബീരിയൻ സമതലമാണ് അല്ലെ. അപ്പോൾ ഇത്രയാണ് നമുക്കിതിലൊരു 1 വേർഡ് ടൈപ്പ് പറയാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇങ്ങനെയുള്ള എക്സസൈസും കൂടെ നമ്മൾ നോക്കണം. നമ്മൾ പഠിച്ചിട്ടുള്ള ഏരിയാസിൽ നിന്ന് എന്തൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്, ഇത് തന്നെ ഒരു കോപ്പി പേസ്റ്റ് ആക്കി ചിലപ്പോൾ നമ്മളോട് ചോദിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഒരു NCERT പാഠഭാഗം നോക്കാനുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഒരു NCERT പാഠഭാഗം നോക്കുക, അതിനോട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള NCERT ചാപ്റ്റർ നോക്കുക. എക്സ്ട്രാ എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നു അതൊന്ന് അണ്ടർലൈൻ ചെയ്യുക. ലാസ്റ്റ് നമുക്ക് എക്സാമിന്റെ ആ ഒരു ടൈമൊക്കെ ആകുമ്പോൾ റിവിഷന്റെ ടൈമിൽ ഈ പറയുന്ന പോയിന്റ്സുകൾ മാത്രം നോക്കുക. പഠിക്കുമ്പോൾ കൃത്യമായിട്ട് അത് ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, മുഴുവനായിട്ടൊരു പാഠം വായിക്കുക. അതിൽ വേണ്ടത് മാത്രം ഇപ്പോൾ അണ്ടർലൈൻ ചെയ്ത് നമ്മൾ നോക്കിയ പോലെ തന്നെ ഇതാക്കിയാൽ മതി. ബാക്കി മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് NCERT ആണ്. അതിൽ എക്സ്ട്രാ പറയുന്ന കാര്യങ്ങൾ, പിന്നെ നമുക്ക് ഹൈ ലെവൽ ഓഫ് കാര്യങ്ങൾ അത്രയും ആവശ്യം വരില്ല. ഓക്കെ, ഈ പാഠഭാഗങ്ങളിലൊക്കെ പറയുന്ന അത്രയും ഇതിലുള്ളത് വേണ്ട. അപ്പോൾ അതാണ് ചിലതൊക്കെ സ്കിപ്പ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വേണം പഠിക്കാൻ. പിന്നെ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് ഏതൊക്കെയാണ് NCERT ചാപ്റ്റേഴ്സ് മെയിൻലി ഈ പറയുന്ന സബ്ജക്ട്സിന്റെ എന്നുള്ളത് ഞാൻ ഇടാം കേട്ടോ. ഇപ്പോൾ ഞാൻ ഇതിന്റെ എടുത്ത് കാണിച്ചല്ലോ, അതുപോലെ ഉണ്ട് കുറച്ച് ചാപ്റ്റേഴ്സ്. ഓക്കെ, അത് ചെയ്തു വരുന്നുള്ളൂ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.